നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് HTML ടാഗ്സിനെയും എലമെൻസിനെയും കുറിച്ചാണ്. സോ ടാഗ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടാഗ്സ് എന്ന് പറഞ്ഞാൽ എ ടാഗ് വിൽ ഓൾവേസ് എൻക്ലോസ്ഡ് വിത്ത് എ ആംഗിൾ ബ്രാക്കറ്റ്. സോ 2 ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്താണ് ടാഗ്സ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ HTML, H1 ഇതൊക്കെ ഒരു ടാഗ്സ് ആണ്. ദെൻ HTML ടാഗ്സ് ആർ നോർമലി കം ഇൻ പെയർസ്. അതായത് 2 പെയറായിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കി മനസ്സിലാവും. ഇപ്പോൾ H1 ഒരു H1 ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഇങ്ങനെ 2 പെയറായിട്ടാണ് നമ്മുടെ ടാഗ്സ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എലമെൻറ്റ് എന്താണെന്ന് നോക്കാം. സോ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എലമെൻറ്റ് ഈസ് എവറിത്തിങ് ഫ്രം സ്റ്റാർട്ട് ടാഗ് ടു എൻഡ് ടാഗ് ഇൻക്ലൂഡിങ് ടെക്സ്റ്റ്. അതായത് സ്റ്റാർട്ട് ടാഗ് എന്നും എൻഡ് ടാഗിൻ്റെയും നടുവിലുള്ള, അതിൻ്റെ നടുവിൽ ചിലപ്പോൾ ടാഗ്സ് വേറെ ടാഗ്സ് ഉണ്ടാവും. ഒരു ടാഗ്സിൻ്റെ അടിയിൽ കുറേ ടാഗ് ഉണ്ടാവും. ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷനായിട്ട് വരുന്നുണ്ടാവും. സോ അതൊക്കെ കൂടെ കൂടിയിട്ടുള്ളതാണ് ഒരു എലമെൻറ്റ്. സോ എല്ലാ ടാഗ്സും ഒരു എലമെൻ്റാണ്. ടാഗ്സിൻ്റെ നടുവിലുള്ള കണ്ടൻസ് ഒക്കെ കൂടിയിട്ടാണ് എലമെൻറ്റ്സ് ഉണ്ടാവുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ടൈറ്റിൽ എന്നുള്ളത് ഓപ്പൺ ടാഗാണ്, ക്ലോസിംഗ് ടാഗാണ് നമ്മളെ സ്ലാഷ് വെച്ചിട്ടുള്ള ടൈറ്റിൽ. സോ അതിന് നടുവിലാണ് കണ്ടൻസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ കൂടിയതാണ് നമ്മളെ എലമെൻറ്റ്. സോ നമ്മൾ നേരത്തെ HTML സ്ട്രക്ചർ നോക്കി. അതിൽ HTML ഉണ്ടായിരുന്നു, ഹെഡ് ഉണ്ടായിരുന്നു, ടൈറ്റിൽ ഉണ്ടായിരുന്നു, പിന്നെ ബോഡി ഉണ്ട്. HTML എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് HTML വെബ് പേജ് ദാറ്റ് ഈസ് ടു ബി വ്യൂഡ് ബൈ ദ ബ്രൗസർ. അതായത് ബ്രൗസറിൽ നമ്മൾ കാണുന്ന HTML പേജിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹെഡ് ടാഗ് ഉണ്ട്. ഹെഡർ സെക്ഷൻ ഓഫ് ദ പേജ് ഇൻക്ലൂഡിങ് ടൈറ്റിൽ ഓഫ് ബ്രൗസർ ആൻഡ് ഫെവിക്കോൺ. ഫെവിക്കോൺ കണ്ടിട്ടില്ലേ? ഫെവിക്കോൺ നമ്മുടെ ബ്രൗസറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഉള്ള ബ്രൗസറിൽ കാണിച്ചു തരാം. സോ ഇതാണ് ഒരു ഫെവിക്കോൺ. സോ ഈ ഫെവിക്കോൺ, ടൈറ്റിൽ, പിന്നെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കൂടിയതാണ് ഹെഡ്. ഹെഡറിൽ കുറേ മെറ്റാ ടാഗ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതാണ് ഹെഡ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈറ്റിൽ. ടൈറ്റിൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്നു, നമ്മുടെ ബ്രൗസറിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വ്യൂ ചെയ്യുന്നത്, നമ്മുടെ കണ്ടൻറ് എന്താണോ അതാണ് ബോഡി. സോ ഇങ്ങനെയാണ് നമ്മൾ HTML ഒരു സ്ട്രക്ചർ വരുന്നത്. സോ ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ടുണ്ട്. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ കുറേ ടാഗ്സ് വരുന്നുണ്ട്. നമ്മുടെ ലേഔട്ടിൽ ഇപ്പോൾ ഹെഡർ വരും, മെയിൻ വരുന്നുണ്ട്, ഫൂട്ടർ വരുന്നുണ്ട്, ഇങ്ങനെ കുറേ ടാഗ്സ് വേറെയും വരുന്നുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോവാം. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാഗ്സ്. സോ 2 ടൈപ്പ് ഓഫ് ടാഗ്സ് ആണുള്ളത്, കണ്ടെയ്നർ എലമെൻറ്റും ദെൻ എംപ്റ്റി എലമെൻറ്റ്. കണ്ടെയ്നർ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ കണ്ടെയ്നർ ടാഗ്സ് കണ്ടെയ്ൻസ് ബോത്ത് സ്റ്റാർട്ടിംഗ് ടാഗ് ആൻഡ് എൻഡിങ് ടാഗ്. സോ സ്റ്റാർട്ടിംഗ് ടാഗും എൻഡിങ് ടാഗും ഉള്ളതാണ് കണ്ടെയ്നർ. ആ ടാഗ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടെയ്നേഴ്സ്. ദെൻ എംപ്റ്റി എലമെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ക്ലോസിംഗ് ഉണ്ടാവില്ല. സോ ലൈക്ക് BR. സോ BRന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ BR എന്നുള്ള ടാഗ് ഇങ്ങനെയാണ് എഴുതുന്നത്. സോ ഇത്രയേ ഉള്ളൂ. BR ഇട്ടാൽ ഇപ്പോൾ എനിക്കിവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഒരു P ടാഗ് ഉണ്ട്. P ടാഗ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ടാഗ്. സോ അതിലോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. സോ ഞാൻ കുറേ ഹലോ, വെൽക്കം എന്നിട്ട് ഞാൻ ഇവിടെ BR ഇട്ടു, ബിഡ്ജിയോൺ എന്നിട്ടു. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയാൽ ഹലോ വെൽക്കം ബിഡ്ജിയോൺ അടിയിലായിട്ടാണ് വന്നത്. സോ ഇങ്ങനെ ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BR ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ടാഗ്സിന് നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. സോ അതാണ് എംപ്റ്റി എലമെൻറ്റ്സ്. നെക്സ്റ്റ് ഇനി നമുക്ക് ഓരോ ടാഗ്സിന് പരിചയപ്പെടാം. ഹെഡിങ് ടാഗ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ 6 ടൈപ്പ് ഓഫ് ടാഗ്സ് വരുന്നുണ്ട്. H1 വരുന്നുണ്ട്, H2 വരുന്നുണ്ട്, H3, H4, H5, H6 വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ടാഗ്, അതായത് ഹെഡർ തന്നെ വലുത് H1 ആണ് വരുന്നത്, ഏറ്റവും ചെറുത് H6 വരുന്നത്. സോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് H1 വിൽ ബി പ്രിന്റ് ദ ലാർജസ്റ്റ് ഹെഡിങ് ആൻഡ് H6 വിൽ ബി പ്രിന്റ് ദ സ്മോളസ്റ്റ് ഹെഡിങ്. സോ സ്മോളസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് H6 എടുക്കാം, ലാർജസ്റ്റിന് വേണ്ടിയിട്ട് H1 എടുക്കാം. ഇപ്പോൾ ഞാൻ ഹലോ ബിഡ്ജിയോൺ എന്നുള്ളത് ഇനി H2 എഴുതാം. H2 ഹലോ ബിഡ്ജിയോൺ. നമുക്കതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, H1, H2, H3, H4, H5, H6 ഇങ്ങനെ 6 ടാഗാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. H3, H4, H5, H6. സോ ഇനി നമുക്കൊന്ന് നോക്കാം. സോ ഇപ്പോൾ കണ്ടോ, ഏറ്റവും വലുത് H1 വലുതായിട്ട് വന്നു. ദെൻ അതിൻ്റെ കുറച്ച് ചെറുത്, പിന്നെ ചെറുത്, ഏറ്റവും ചെറുത് നമ്മളെ H6 വന്നത്. സോ ഇങ്ങനെ നമ്മൾ പല യൂസ് കേസിലും പല ടാഗ്സ് യൂസ് ചെയ്യും. സോ ഇതിനാണ് ഹെഡർ ടാഗ് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈസ് പാരഗ്രാഫ് ടാഗ്. പാരഗ്രാഫ് ടാഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, P ഇട്ടതാണ് പാരഗ്രാഫ് ടാഗ്.
സോ പിയിൽ എന്ത് എഴുതിയാലും നമുക്കിപ്പോൾ വലിയൊരു പാരഗ്രാഫ് കൊടുക്കാനുണ്ട്. സോ നമ്മൾ പി ടാഗ് യൂസ് ചെയ്തിട്ടാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. സോ അതാണ് പാരഗ്രാഫ് ടാഗ്. പാരഗ്രാഫ് ടാഗ് ഞാൻ ഓൾറെഡി ചെയ്താണ്. സോ നമുക്ക് ചെയ്ത് നോക്കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. പി ടാഗ് നമ്മൾ കൂടെ ചെയ്യണം കേട്ടോ. എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുക. കാരണം പല പാട്ടും നിങ്ങൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മറന്നു പോകും, മനുഷ്യനാണ്. സോ എല്ലാം മറന്നു പോകും. സോ നമ്മൾ അതിൻ്റെ കൂടെ ചെയ്താൽ ചിലപ്പോൾ മെമ്മറിയിൽ നിൽക്കും. പിന്നെ മറന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഈ ടാഗൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വരികയാണ്, ഇപ്പോൾ എനിക്ക് വലിയ ബോൾഡ് ടെക്സ്റ്റ് വേണം, നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടും. ഇപ്പോൾ ഗൂഗിളിൽ ഹൗ ക്യാൻ ഐ ഗെറ്റ് എ ബോൾഡ് ടെക്സ്റ്റ് ഇൻ HTML എന്ന് കൊടുത്താൽ നമുക്ക് H1 ടാഗ് അതിന് ആൻസറായിട്ട് കിട്ടും. സോ ഇങ്ങനെ എന്ത് മറന്നാലും നമ്മൾ ബ്രൗസറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, അല്ലാതെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ചെയ്ത് നോക്കാം, നമ്മളെ കൂടെ തന്നെ ചെയ്യാം. നെക്സ്റ്റ് ലൈൻ ബ്രേക്കിംഗ് ആൻഡ് ഹൊറിസോണൽ ലൈൻ ടാഗ്. സോ ലൈൻ ബ്രേക്കിംഗ് നമ്മൾ നോക്കി BR ടാഗ് യൂസ് ചെയ്തിട്ടാണ്. സോ വേറെ ടാഗും കൂടെ ഉണ്ട്, HR ടാഗ്. HR ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ലൈന് ഉണ്ടാക്കാൻ പറ്റും. സോ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ HR ടാഗ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് HR എന്നിട്ടാൽ മതി. ഇനി നമ്മൾ ബ്രൗസറിൽ പോയാൽ ഒരു ലൈന് വന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈൻ വന്നിട്ടുണ്ട്. സോ അതിനാണ് HR ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ബ്രേക്കിംഗ് ന്യൂ ലൈൻ വിത്തൗട്ട് എ ന്യൂ പാരഗ്രാഫ് യൂസ് ദ BR ടാഗ്. ഡിഫൈൻ ഹൊറിസോണ്ടൽ ലൈൻ യൂസിങ് HR ടാഗ്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. സോ കുറേ ഫോർമാറ്റിംഗ് ടാഗ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, കുറച്ചും കൂടെ ഉണ്ട്. സോ അതിലൂടെ ഒക്കെ ഒന്ന് പോയേക്കാം. സോ നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. B എന്നിട്ടിട്ട് നമ്മൾ എന്ത് കൊടുത്താലും അത് ബോൾഡ് ടെക്സ്റ്റ് ആയിട്ട് വരും. ബിഗ് ഇട്ടാൽ ബിഗ് ടെക്സ്റ്റ് ആയിട്ട് വരും. EM ഇട്ടാൽ എംഫാസൈസ്ഡ് ടെക്സ്റ്റ് ആയിട്ട് വരും. അത് സ്മോൾ സൈസിലുള്ളത് വരും. ഇറ്റാലിക് വരാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്ട്രോങ് വരാൻ, അണ്ടർലൈൻഡ് ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ട്. സോ നമുക്കൊന്ന് നോക്കാം. സോ ഞാനിവിടെ ഇതിനുള്ളിലായിട്ട് ഓക്കെ, അത് ഓൾറെഡി ബോൾഡ് ആണ്. നമുക്ക് പി ടാഗിന് പകരം B യൂസ് ചെയ്യാം, B ടാഗ് യൂസ് ചെയ്യാം. ബോൾഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇറ്റാലിക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ആണ് ഇറ്റാലിക്കിന് യൂസ് ചെയ്യുന്നത്. ഇറ്റാലിക് ആയിട്ടുണ്ട്. ഇങ്ങനെ ഏത് രീതിയിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്കൊന്ന് അണ്ടർലൈൻ കൊടുക്കാം. അണ്ടർലൈൻഡ് ടാഗ് ഉണ്ടാവുമല്ലോ. അണ്ടർലൈൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഏത് രീതിയിലും നമുക്ക് ആ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഓരോ ടെക്സ്റ്റിനനുസരിച്ച്. സോ അതാണ് നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്.